Hello everyone, welcome to Nanan Academy. LDC 2024 സീരീസിലെ 13ാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി ഇത് പറഞ്ഞത്? ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി ഇത് പറഞ്ഞത്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ പ്രസ്താവനയാണത്. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. അടുത്ത ചോദ്യം, പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? ഉത്തരം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലാണ് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, എന്നാൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞത്. അടുത്ത ചോദ്യം, നീലം കർഷകർക്കെതിരായ ചൂഷണത്തിനെതിരെ 1917 ബീഹാറിൽ നടന്ന സത്യാഗ്രഹം. നീലം കർഷകർക്കെതിരായ ചൂഷണത്തിനെതിരെ 1917 ബീഹാറിൽ നടന്ന സത്യാഗ്രഹം. ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം? നീലം കർഷകർക്കെതിരായ ചൂഷണങ്ങൾക്കെതിരെ 1917 ബീഹാറിൽ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നാലാമത്തെ ചോദ്യം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ കർഷകർ ഭൂനികുതി വർധനവിനെതിരെ 1928 നടത്തിയ സമരം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ കർഷകർ ഭൂനികുതി വർധനവിനെതിരെ 1928 നടത്തിയ സമരം അറിയപ്പെടുന്നത് ബർദോളി സത്യാഗ്രഹം. എന്താണ് ബർദോളി സത്യാഗ്രഹം? ഗുജറാത്തിലെ കർഷകർ ഭൂനികുതി വർധനവിനെതിരെ 1928 നടത്തിയ സമരം ആണ് ബർദോളി സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 1976 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഝാൻസി റാണി ലക്ഷ്മിബായിയാണ്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണി ലക്ഷ്മിബായി. അടുത്ത ചോദ്യം, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തതാര്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തത് ടിപ്പു സുൽത്താൻ. അടുത്ത ചോദ്യം, കൽക്കരിഖനിയായ ജരിയ ഏത് സംസ്ഥാനത്താണ്? കൽക്കരിഖനിയായ ജരിയ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ജാർഖണ്ഡ്. ഒമ്പതാമത്തെ ചോദ്യം, നവമഞ്ജരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? നവമഞ്ജരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ.
നവമഞ്ജരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്. പത്താമത്തെ ചോദ്യം, സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ്? സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് ബാലഗംഗാധര തിലകൻ. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ബാലഗംഗാധര തിലകൻ. അടുത്ത ചോദ്യം, ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയം ഏത് പ്രശസ്ത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയം ഏത് പ്രശസ്ത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. അടുത്ത ചോദ്യം, സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് സാർവത്രിക ലായകം എന്ന് വിളിക്കുന്നത്? ഉത്തരം ജലം. പതിമൂന്നാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ. പതിനാലാമത്തെ ചോദ്യം, ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്? ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റി. പതിനഞ്ചാമത്തെ ചോദ്യം, സൈലന്റ് തീഫ് ഓഫ് സൈറ്റ് എന്നറിയപ്പെടുന്ന രോഗം? സൈലന്റ് തീഫ് ഓഫ് സൈറ്റ് എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമ. സൈലന്റ് തീഫ് ഓഫ് സൈറ്റ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമ. പതിനാറാമത്തെ ചോദ്യം, റിംഗ്വേം എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു? റിംഗ്വേം എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഫംഗസ്. പതിനേഴാമത്തെ ചോദ്യം, ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗം. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം? ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. പത്തൊമ്പതാമത്തെ ചോദ്യം, ഏത് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹം? ഏത് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹം? ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹം കാണപ്പെടുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹം കാണപ്പെടുന്നത്. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു. ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.